നിങ്ങളുടെ ആക്ച്വലി ലവ് മാരേജ് ആയിരുന്നില്ലേ? അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടോ? ആദ്യം പ്രപ്പോസ് ചെയ്തപ്പോ സൗഹൃദത്തിൽ നിന്ന് വഴിമാറി പ്രണയത്തിലേക്ക് പോയ ആൾക്കാരാണ്. ഈ കുട്ടീനോട് മാത്രം ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു റീസൺ ഒരാളല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങള് കൂടുതൽ സംസാരിച്ച വിഷയം വീട്ടിലറിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ സീരിയസിലേക്ക് പോകുന്നത്. അവിടെ അപ്പൊ നല്ല രീതിക്ക് ആദ്യം നോക്കി, അപ്പൊ നടക്കില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഒരു സ്ഥലം വരെ ഒരു ഡ്രൈവറും പിന്നീട് വേറെ കാറുമായിരുന്നു. കാരണം തട്ടിക്കൊണ്ടുപോകുമ്പോൾ പിടിക്കായിരിക്കും. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. പ്ലാനിങ് ഭയങ്കര. ഇവിടുന്ന് എടപ്പള്ളി പോയി അവിടെ ചെന്ന് അവിടുന്ന് വേറെ കാറ് കയറ്റി. അപ്പൊ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഭയങ്കര പ്ലാനിങ് ആണ്. പക്ഷെ ഈ പറയുന്ന രീതി ആരും പുറകെ വന്നില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് അളിയൻ പറഞ്ഞു, നീ അഥവാ എന്നെ കിട്ടിയിരുന്നെങ്കിൽ വഴിയിൽ വെച്ച് കിട്ടിയത്, അപ്പൊ വിചാരിച്ച് തല്ലുവെന്ന് പറഞ്ഞു. അളിയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിർത്തിയെടുത്ത് അവിടെ നിർത്തും. എന്നിട്ട് ഞാൻ നിന്നോട് പറയും, ഇവളെ കൊണ്ടുപോയി നീ അനുഭവിക്കും. പക്ഷെ വാക്ക് തെറ്റിയില്ല, കറക്റ്റായി. അങ്ങനെ ആദ്യരാത്രി സുഹൃത്തിൻ്റെ വീട്ടിൽ, അങ്ങനെ അവൻ്റെ വീട്ടിലെ പട്ടികളൊക്കെ അഴിച്ചു വിട്ടു. എന്നുവെച്ചാൽ പുറത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഇതെല്ലാം കൂടെ കാവല് പുറത്ത് എന്നുവെച്ച് കഴിഞ്ഞാൽ വന്ന് രാത്രി വരുമല്ലോ. രാത്രി വന്നതല്ല, ഒരു പട്ടിയും വന്നില്ല. അല്ല വീട്ടുകാരല്ല, ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ മുഹൂർത്തം ഉണ്ടാക്കി വൈകിട്ട്. പൂജാരി പറഞ്ഞു ഈ സമയത്തില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വരൂ, വന്നിട്ട് ഇങ്ങനൊരു വിവാഹമാണെന്ന് പറഞ്ഞ് ചുരിദാർ ഇട്ടുകൊണ്ട് തലി കെട്ടി. ആ ചുരിദാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരുമ്പോ. അങ്ങനെ ആ ചുരിദാറായിട്ട് വന്ന് 300 രൂപയുണ്ട് അവളുടെ കയ്യിൽ. ഒളിച്ചോടാൻ നല്ല മറ്റേ രേവതി വന്ന പോലെ വന്നു. 300 എനിക്ക് പാർലറിലേക്ക് വേണ്ടു. അതെടുത്ത് പിന്നെ എൻ്റെ ഒരു ഹെയർ കോംബ് ഉണ്ട്, അതുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. ചീപ്പായിട്ടുള്ളൊരു മാരേജ് പ്രതീക്ഷ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പാലക്കാടിൻ്റെ മണ്ണിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഷാജേട്ടനും ശ്രീമതി ചാന്ദിനി. ചാന്ദിനിക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. എനിക്ക് ചാന്ദിനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആ ഡയലോഗ് ഓർമ്മ വരുന്നത്. കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യൻ ബ്രദേഴ്സിലൊരു ഡയലോഗാ, ചാന്ദിനിക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, വെൽക്കം ടു ദി ഷോ. ചേട്ടന് കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ നമ്മൾ ആഘോഷത്തിന്റെ പ്രൊമോഷന് കണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് ചേച്ചിന്റെ വിശേഷങ്ങൾ? എന്റെ വിശേഷം കുടുംബം, കുട്ടികൾ, ക്ലാസ്, അങ്ങനെ പോണു. എന്നുവെച്ചാൽ ഈ പാലക്കാട് വന്നുകൊണ്ടാണ് ഭയങ്കര ശാലീന സുന്ദരിയായിട്ടിരിക്കുന്നത്. അവള് ശരിക്കും സാരിയാണ് ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് ചുരിദാർ ഇട്ടത്. സാരിയാണ് കൂടുതൽ ഇഷ്ടം. സാരി ഇഷ്ടമാണ്. ഞാൻ പൊതുവെ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നോർമലി സാരി സെറ്റുമുണ്ട്, എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പൊ ഇന്ന് ഭർത്താവ് പറഞ്ഞു ഇന്ന് സാരി കൊടുക്കണ്ട, ഇന്ന് ചുരിദാർ. ചേട്ടന് ഏറ്റവും കൂടുതൽ ഏത് ഡ്രസ് ഇട്ട് കാണാൻ ഇഷ്ടം? എനിക്ക് സാരിയാണ് ഇഷ്ടം കൂടുതൽ. കംഫർട്ട് പക്ഷേ ചുരിദാറായിരിക്കും. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ ചീത്തവിളി കേൾക്കണ്ടല്ലോ. സാരി ആകുമ്പോൾ അത് ഒരുങ്ങാനുള്ള സമയം ഉണ്ടാവും, ഒരുപാട് സമയം. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഞാൻ പോയി പറയും റെഡി ആയില്ലേ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ എനിക്ക് റെഡിയാൻ സമയം വേണ്ട എന്ന് ചോദിക്കും. അപ്പം ആ സംസാരം ഒഴിവാക്കാൻ ചുരിദാറാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സാരി കൊടുക്കുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ അങ്ങനെ ഫീൽ ഉണ്ടാവും. ഇതിപ്പോ വീട്ടിൽ കൂടി ഇറങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ഓഡിയൻസിന് അങ്ങനെയാണ്. നമ്മളിപ്പോ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. എങ്ങനെയാ നിങ്ങളുടെ ഒരു പൊതുവെ ക്രിസ്മസ്? നേരത്തെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു എല്ലാം ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആളാണൊക്കെ. അതെ, തീർച്ചയായിട്ടും. ക്രിസ്മസ് ഒക്കെ നമ്മളെപ്പോഴും നല്ല ഞങ്ങൾ ശരിക്കും കൂടെ ആഘോഷിക്കും. ഹോട്ടലിലായിരിക്കും കൂടുതൽ. കാരണം നമുക്കങ്ങനെ ക്രിസ്മസിൽ അങ്ങനെ ആഘോഷങ്ങളില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും കേക്ക് കൊണ്ട് തരും, അല്ലെങ്കിൽ നമ്മൾ ആ ക്രിസ്മസ് ദിവസം ഏതെങ്കിലും ഹോട്ടലിൽ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ രസമായിരിക്കും. എല്ലാം ഫുഡാൻ്റെ ബേസ്. നമ്മളെല്ലാം ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി പോകുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ക്രിസ്മസിന്റെ പേര് ഫുഡ്. അതെ. ചേച്ചിയുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ 26 വർഷം ഒന്നിച്ച് ക്രിസ്മസ് വിവാഹശേഷം
വിവാഹശേഷം എന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി നല്ല ഓർമ്മ കല്യാണത്തിന് മുമ്പാണ്. അതെന്താ എന്നുവെച്ചാൽ ഞങ്ങളുടെ കോളനിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് അപ്പം ആ ക്രിസ്മസ് തലേന്ന് ഞാൻ അവരുടെ വീട്ടിലായിരിക്കും. അപ്പോൾ പാതിര കുർബാനയ്ക്ക് പോകും. പിന്നെ അവരുടെ കൂടെ എല്ലാ ഇതിൻ്റെ ക്രിസ്മസിൻ്റെ എല്ലാ ഫംഗ്ഷനും ഞങ്ങളുണ്ടാവും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കോളനിയിൽ. ഞങ്ങൾക്കൊരു ആഘോഷമായിരുന്നു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ക്രിസ്മസ് ഒന്നും ഓർമ്മയില്ലായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ക്രിസ്മസ് അല്ലേ നമ്മൾ എവിടെയും പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരുമിച്ചൊക്കെ പോയി തുടങ്ങിയത്. ന്യൂ ഇയറിന് റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണോ? ന്യൂ ഇയറിന് എല്ലാവരും ജിമ്മിൽ പോകുമല്ലോ 1-ാം തീയതി അല്ലേ? തീരുമാനിക്കും. എന്നിട്ട് ഒരു പ്രാവശ്യം ജിമ്മിന് പോയിട്ട് സെക്കൻഡ് ഫ്ലോറിലാതുകൊണ്ട് തിരിച്ചു വന്നു. അപ്പൊ ആകെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കൊരു യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഇവർ കഴിഞ്ഞ ശേഷം നമ്മൾ ഡയറ്റ് ചെയ്യണം, ഭയങ്കരമായിട്ട് ബോഡി നോക്കണം, അങ്ങനെയുള്ള പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് സ്ഥിരമായിട്ടൊരു സാധനം ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സിന് തടി വെക്കേണ്ടി വരും. ചിലപ്പോൾ ഭയങ്കര സ്കെൽറ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മളിപ്പം അസുഖമൊക്കെ ഉള്ള ക്യാരക്ടറാണെങ്കിൽ അതേപോലത്തെ ലുക്കൊക്കെ വേണം. അതെ, നമ്മൾ അതിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കും. അപ്പോൾ ആ ഉള്ള വേഷം പോകും. ഞാനൊരു 6 മാസം ജിമ്മിന് പോയിട്ടുണ്ട് പണ്ട്. മുണ്ടൂരിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു ആദ്യം. പോയിട്ട് നന്നായി മെലിഞ്ഞ് ആ സമയത്ത് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അപ്പോൾ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സിനിമ ചെയ്തു. പിന്നെ ഒരു 8 മാസം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. സിനിമകളൊക്കെ കുറവായിരുന്നു. കാരണം വെച്ചാൽ ഈ പറയുന്നത് നമ്മളുടെ ഒരു ബോഡി സ്ട്രക്ചർ വെച്ചിട്ടുള്ള വേഷങ്ങളല്ല നമ്മൾ കാസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു ഹീറോ ഒക്കെ ആകുമ്പോഴാണ് ഈ പറഞ്ഞ അസുഖം വന്നാലും മെലിഞ്ഞാലും ഒക്കെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. എനിക്കൊന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെയുള്ള നടന്മാരൊക്കെ ഏകദേശം ഒരേ ബോഡി സ്ട്രക്ചറിലല്ലേ കണ്ടിന്യൂസ് അല്ലേ? ചേച്ചി എങ്ങനെയാ ചേട്ടൻ്റെ ഫിലിംസ് ഒക്കെ ഫസ്റ്റ് ഡേ തന്നെ കാണും? ഫസ്റ്റ് ഡേ ഷോട്ടും അതിന് മുമ്പ് പോകും. പല പടങ്ങളും അല്ല, ഷോട്ട് വന്നിട്ടാണ് നമ്മൾ കാണാൻ പോകുക. അല്ല അങ്ങനെയല്ലേ? ഞാൻ ഷാട്ടെന്ന് വിളിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് ഇവിടെ ചില പടങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്തണ്ടേ, എത്തിയിട്ട് ഫാമിലി എല്ലാവരും കൂടെ പോകാൻ വേണ്ടി. ചിലപ്പോൾ കേക്ക് കട്ടിങ് എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ സിനിമ പരാജയപ്പെട്ടാലും നമ്മൾ ആദ്യത്തെ ദിവസം അറിയിക്കാൻ വേണ്ടി കേക്ക് കട്ടിങ് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം എന്ന് പറയുന്നത് അഭിപ്രായമാണ്. അത് സാധാരണക്കാരായ ആൾക്കാരെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും സിനിമ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം ഒരു പരിധി വരെ നമ്മുടെ സിനിമയെക്കുറിച്ച് ഭയങ്കരമായിട്ടല്ലേ പറയുള്ളൂ. സ്വന്തം ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാനൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവരൊക്കെ കറക്റ്റ് അഭിപ്രായങ്ങൾ പറയും. ഫസ്റ്റ് ഡേ പറയും ഇതൊരു സിനിമയാണത് എന്ന് പറയും. നമുക്ക് അപ്പോഴും നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ സിനിമയൊക്കെ. പക്ഷേ കേക്ക് കട്ടിങ് എല്ലാ സിനിമയ്ക്കും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇറങ്ങിയ ഉടനെ കെട്ടിപ്പിടുത്ത കരയിലൊക്കെ സംവിധായകനെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് കരയും വെറുതെ. അല്ല, ചിലപ്പോ ചിലവർക്ക് ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം, എല്ലാവർക്കും സ്വപ്നം അവരുടെ കഷ്ടപ്പാടാണല്ലോ. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ശരിക്കും പറഞ്ഞു. പിന്നെ ഈ പറയുന്ന നമുക്കറിയാം നമ്മുടെ സിനിമ നല്ലതാണെന്നും പരാജയമാണ്. അപ്പോൾ എന്നിട്ടും പിന്നീടും അത് അവകാശങ്ങൾ പറയുന്ന സമയത്തേ ഉള്ളൂ. അതുകൊണ്ട് കേക്ക് കട്ടിങ് ആൾക്കാർ കളിയാക്കും. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ തന്നെ കമൻ്റ് ഉണ്ടാവും. പക്ഷെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഒന്ന് പൂർത്തിയായി അത് നമ്മളൊന്ന് വരുമ്പോൾ എന്തോരം എഫേർട്ട്, എന്തോരം ആൾക്കാരാണ് എൻ്റെ പുറകിലൊക്കെ. മോശം നല്ലത് ഒറ്റ ദിവസം കൊണ്ട് അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രേക്ഷകനുള്ള അവകാശം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അയാൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആൾക്കാർ ഇപ്പം സീരിയല് സമയമല്ലേ, അത് കൂടാണ്ട് നമ്മളിപ്പോൾ അനിയത്തിപ്രാവിലെ മിനിയുടെ കൂട്ടുകാരി, അത് നിങ്ങൾ ആ മറ്റേ ബേക്കറിയിൽ പോയിരിക്കുന്ന ഒരു സീനല്ലേ, മിക്ക ഇന്റർവ്യൂസിലും ഇപ്പോഴും എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ്. ഞങ്ങളിങ്ങനെ ഇരിക്കും, സ്റ്റാർട്ടിങ് പറയണു ഞങ്ങൾ ഹലോ, അപ്പോൾ ഹലോ, അപ്പോൾ അടുത്ത ഹലോ ഹലോ, അത് സ്റ്റിൽ നടക്കാറുണ്ട്, എപ്പോഴും നടക്കാറുണ്ട്. എനിക്ക് ഇപ്പം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ സിനിമയും ആ സീൻസ് ആയിരുന്നു. ഇപ്പോഴും ആളുകൾ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാറുണ്ടോ? എനിക്ക് ആ ക്യാരക്ടർ എന്ന് വെച്ചാലേ അതിങ്ങനെ ഇപ്പൊ ട്രോളായിട്ട് വരുന്നില്ല. അപ്പൊ എനിക്കൊന്ന് പുതിയ ജനറേഷൻ ആൾക്കാർ കൂടുതൽ അങ്ങനെ കണ്ടിട്ടാണ് തോന്നുന്നത്. അതിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം അതിൽ അങ്ങനെ സീൻസ് കുറെ പേർക്കും തന്നെ മനസ്സിലായിട്ടേ ഇല്ല. എന്ന് വെച്ചാല് ഈ ആളാണോ അത്, എന്റെ 4ാമത്തെ പടമാണ് അനിയത്തിപ്രാവ്. പക്ഷെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ പടമാണോ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്.
പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇത് കാണുമ്പോ അയ്യോ ഇത് ഇന്നയാളാണല്ലേ എന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങനെ ട്രോളായിട്ട് വരുന്നത് കൊണ്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചോദിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു സമയത്ത് മെമ്മറീസ് എന്തെങ്കിലുമൊക്കെ റീകളക്ട് ചെയ്യാൻ? ആ സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇത്രയും ഹിറ്റാവുന്നുള്ള അങ്ങനെയൊന്നും അറിയില്ല. ഞാനൊക്കെ ബിഗിനറല്ലേ സമയത്ത്. അപ്പോൾ നമ്മള് ഫാസിൽ സാറ് പറഞ്ഞിട്ടുണ്ട്, സാറ് അഭിനയിച്ച് കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെ പറയണം. അപ്പോൾ ഓരോരുത്തരുടെ വേരിയേഷൻസ് സുധീഷേട്ടൻ ചെയ്യുമ്പോൾ അശോകേട്ടൻ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ അതെങ്ങനെ ചെയ്യണം, അത് ഓരോരുത്തർ ഏത് രീതി പറയണൊക്കെ സാറ് കാണിച്ചിരുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് ഫാസിൽ സാർ എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെയാണ് സാർ അഭിനയിക്കുന്നതാണ് എല്ലാവരും അഭിനയിക്കുന്നത്. സാറെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് കാണിച്ചത്. അങ്ങനെ അങ്ങനെ ചെയ്താണ് ശരിക്കും. രസമായിരുന്നു ആ ലൊക്കേഷൻ, ആ ഒരു മൊമെന്റ്, ആ ഒരു ടൈമിംഗ് ഒക്കെ. എന്നുവെച്ചാൽ ശാലിനിയുടെ തിരിച്ചു വന്നിട്ട് വസ്ത്രമിടം, ചാക്കോച്ചന്റെ വസ്ത്രമിടം, അതിൽ സുധീഷേട്ടനും അശോകേട്ടനും ആണ് ശരിക്കും എക്സ്റ്റാബ്ലിഷ് ഉള്ള ആർട്ടിസ്റ്റ്. ഞാനും എൻ്റെ 4ാമത്തെ പടയായിട്ടുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ എല്ലാവരും പുതിയ ആൾക്കാരെന്നുള്ള പോലെ. പിന്നെ ഫാസിൽ സാർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഈ പടത്തെക്കുറിച്ച് ന്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ അരിയത്തിപ്രാവിന് ജസ്റ്റ് മുമ്പുള്ള പടം നിയോഗം എന്നുള്ളൊരു പടം ഞാൻ ചെയ്തു. അത് സുധീഷേട്ടൻ എൻ്റെ പേര്. അപ്പോൾ സുധീഷേട്ടൻ പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞ് ഫാസിൽ സാറിൻ്റെ പടം ചെയ്യാണ്. അപ്പോൾ ലൊക്കേഷനിൽ ഇങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ അയ്യോ ഫാസിൽ സാറിൻ്റെ പടം, അതും ശാലിനി വരുന്നു, പുതിയ ഹീറോ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ചെന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ത്രിൽഡായി പോയി. കാരണം ഫാസിൽ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ പക്ഷെ ശരിക്കും ഭാഗ്യമായിരുന്നു ആ സീൻ. എനിക്ക് തോന്നുന്നു അതിലെ എല്ലാ സീൻസും പാട്ടും ബൈക്കും അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ. ആ ഒരു സീൻ അത് ഷൂട്ട് ചെയ്ത മറൈൻ ട്രെയിനിൽ, അതിന്റെ ബാക്കി എടുത്ത പൊള്ളാച്ചിയില്ല, എല്ലാം അങ്ങനെ ഒരു സീൻ ജീപ്പ് വരുന്ന പൊള്ളാച്ചി അങ്ങനെ. അത് പടം കൊച്ചി, ആലപ്പുഴ, പൊള്ളാച്ചി അങ്ങനെയാണ് ഫുൾ ഷൂട്ട്. ഓ, ഞങ്ങളിങ്ങനെ ഓടി നടന്നു. ശരിക്കും സിനിമയിൽ അങ്ങനെയാണ്. ഞാൻ ക്രോണിക് ബാച്ചിലറിന്റെ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ വീട് ഇരിക്കുന്നത് ഒരു ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ ഇപ്പുറം ഭാവനയൊക്കെ താമസിക്കുന്ന വീട് ഇരിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. പക്ഷെ അത് നമുക്ക് സിനിമയിൽ കാണുമ്പോൾ മനസ്സിലാവും, അതാണ് സിനിമ. ഇവളുടെ ഈ പറയുന്ന രീതിയിൽ ഫാസിൽ സാറ്, ജോഷി സാറ്, പ്രിയദർശൻ സാർ, ചന്ദ്രലേഖ, അതൊക്കെ അവൾക്കുള്ള ഭാഗ്യം എനിക്കുള്ള ഭാഗ്യക്കുറവായിരുന്നു. ഞാൻ അന്നെല്ലാം മിമിക്രി ബേസ്ഡ് ആയിട്ട് സിനിമകളും കുഞ്ഞു സിനിമകളായിരുന്നു. അന്നത്തെ വലിയ സിനിമകൾ അതല്ല, എല്ലാം സൂപ്പർ ഹിറ്റായിട്ടുള്ള ചന്ദ്രലേഖ, അനിയത്തിപ്രാവ്, ജോഷ് സാറിൻ്റെ വാഴുന്നോർ, കൈമ സാറിൻ്റെ ക്രൈം ഫയൽ, ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതത്തോടെ നോക്കി നിന്ന സിനിമകളായിരുന്നു. അതിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് എടുത്ത് അതെങ്ങനെ ഈ 26 വർഷം കല്യാണം കഴിച്ച് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ വരെ എത്തി നിൽക്കുന്നു? എന്താ അതിന്റെ സീക്രട്ട്? ആൾക്കാർ ചോദിക്കാറുണ്ട്. സൗന്ദര്യത്തിന്റെ രഹസ്യം ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രീം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും അതൊരു വലിയ റിസ്ക്കാണ്. ആക്ച്വലി നമ്മൾ അതിലേക്ക് കടന്നു പോകാൻ പല ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും. പല ഘട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണക്കം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, വെറുപ്പുണ്ടാവും, സ്നേഹമുണ്ടാവും, ഇഷ്ടമുണ്ടാവും, എല്ലാം കടന്നു പോകുന്ന അതൊരു വല്ലാത്തൊരു കടമയാണ്. അതിൽ നിന്നും കടന്നുപോയി രക്ഷപ്പെട്ടാൽ ഓക്കെയാണ്. എവിടെയും ലോക്കാവാതെ രക്ഷപ്പെട്ടു പോയാൽ ഓക്കെയാണ്. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും പരസ്പരം പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. രണ്ടുപേരും ആക്ച്വലി ഇപ്പോൾ ഡാൻസിൻ്റെ പ്രൊഫഷനും ഞാൻ സിനിമയുടെ പ്രൊഫഷനും, രണ്ടുപേരും സിനിമയായാലും ഒരു പക്ഷേ നമ്മളെ വേറെ വഴികളിലേക്ക് തിരിക്കുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും ട്രോളേഴ്സിന് ഉണ്ടാവാം. ഇത് രണ്ടുപേരും രണ്ട് സെക്ഷനിലാണ്. അപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ കല തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും കലയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. സിനിമയെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരാളാണ്, എന്താണ് സിനിമയെന്ന്. അപ്പം അതുകൊണ്ട് സിനിമയിൽ ഇപ്പോൾ എന്തെങ്കിലും വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല എഡിറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ കള്ളോടെ അറിയാൻ പറ്റും. കാരണം സിനിമയിൽ അറിയുന്ന ആളാണ്. മറ്റേ അല്ലാത്തൊരാളുടെ ഭാര്യ എടുത്ത് പറയണത് എങ്ങനെയാണ്, ഡിസ്കഷൻ്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത്ര സമയം ഉണ്ടായിരുന്നു, ഇവിടെ എഡിറ്റിംഗ് എന്താണെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാം അറിയാം, എല്ലാറ്റിനെ കുറിച്ചും ധാരണയുണ്ട്. പിന്നെ സിനിമയിലുള്ള എല്ലാവരുമായിട്ടും പഴയ പോലെ തന്നെ കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ബിജു മനോനായിട്ട് ഞങ്ങൾ കമ്പനിയാണ്, സംയുക്തമായിട്ട് അവൾ ക്ലോസ് ആണ്. അപ്പോൾ പഴയ ആൾക്കാരും എല്ലാവരും കാണുമ്പോൾ ഇപ്പോഴും ഉള്ളൊരു ആക്ട്രസിനെ പോലെ പെരുമാറുമ്പോൾ അവർക്കും അതൊരു മിസ്സിങ് ഫാക്ടർ അല്ല. അപ്പം അതാണ് സിനിമയിൽ ഒരാളുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ സംഭവം. പൂർണ്ണമായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഡാൻസിലൂടെ ആണെങ്കിലും ആക്റ്റീവാണ്. ഇപ്പം ചില
ആക്ട്രസസ് ഇപ്പം ആഫ്റ്റർ മാരേജ് കംപ്ലീറ്റ്ലി എല്ലാത്തിൽ നിന്നും മാറി പോവാറുണ്ട്. പിന്നെ അവർ നമ്മൾ ഇടയ്ക്കൊക്കെ അവർ മിസ് ചെയ്യുമ്പോൾ ഇപ്പം ഏതെങ്കിലും പഴയ സിനിമ കാണുമ്പോൾ നമ്മൾ അയ്യോ ഈ ഒരു നടി ഉണ്ടോ, അല്ലാണ്ട് നമ്മൾ ഇൻസ്റ്റ എടുത്ത് നോക്കണം എന്താ അവരുടെ അപ്ഡേറ്റ് എന്ന് അറിയാം. പക്ഷെ ഇവിടെ ആക്റ്റീവാ, ഞങ്ങൾ അറിയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ. അപ്പം ഇപ്പം ആക്ടിങ് മാറ്റിയിട്ടും ഡാൻസിലേക്ക് തിരിയാന്ന് തോന്നിയത് എന്താ? അല്ല, ഞാൻ ഡാൻസറായിരുന്നു. എൻ്റെ പ്രൊഫഷൻ ഡാൻസ് ആയിരുന്നു. അതിന്ന് വഴി മാറി ഫീൽഡിലേക്ക് വന്നു. ഓക്കെ, തിരിച്ചതിലേക്ക് ഞാൻ കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞാണ്. അപ്പോൾ അതിന്നാണ് പിന്നെ സിനിമയിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചതിലേക്ക് തന്നെ വീണ്ടും പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ സെലിബ്രിറ്റി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന്. സെലിബ്രിറ്റി സ്റ്റുഡൻസ് വെച്ചാൽ ഫസ്റ്റ് ദേവനന്ദ മലയപ്പുറത്തിലെ കുട്ടി, അതേ കുട്ടി പഠിച്ചിരുന്നു. പിന്നെ മമതയെ പറ്റിയ ഒരു പടത്തിന് വേണ്ടിയിട്ട് മമത മോഹൻദാസ് കുറച്ച് ആളുണ്ടായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് അവളുടെ സ്റ്റുഡൻറ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളെ പറയട്ടെ, പൊന്നമ്മ ചേച്ചി, പൊന്നമ്മ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട്. അല്ല, അത് വെച്ചാൽ പൊന്നമ്മ ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാഴുന്നോർ എന്നുള്ള പടത്തിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിച്ചാണ് പോവുക വരിക. അപ്പോൾ ഞാൻ വീട്ടിലപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് ക്ലാസ്സിന് വരാം. അങ്ങനെ പൊന്നമ്മ ചേച്ചി കുറച്ച് കാലം വീട്ടിലെ ക്ലാസ്സിന് അങ്ങനെ കുറച്ച് കാലം, വളരെ കുറച്ച് കാലം ക്ലാസ്സിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഇപ്പോൾ ക്ലാസ് ഞാൻ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാറുണ്ടോ? അയ്യോ കഴിക്കല്ലേ എന്നാണ് പറയാൻ പോണെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ തീരുമാനിക്കുക. അല്ല, അവർക്ക് കല്യാണമേ വേണമെന്നില്ലല്ലോ. കല്യാണം പറയുമ്പോൾ ഇപ്പോൾ മോളോട് തന്നെ പറയുന്നു ഇനിയിപ്പോൾ കല്യാണത്തിലേക്കൊക്കെ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അതിനൊക്കെ ഒരു സമയമുണ്ട്. കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മൾ അതൊക്കെ ഒരു സമയം കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷയങ്ങളും നമ്മുടെ ജോലിയും നമുക്കുള്ള ആംബിഷൻസും എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടതാണ്. കുറച്ച് യാത്രകൾ ചെയ്തിട്ട് ഇതൊക്കെയാണ് അവർക്ക് മനസ്സിലെ യാത്രകൾ, കുറച്ച് പൈസ, അങ്ങനെ ആയിരിക്കും തോന്നുന്നു അല്ലേ? ശരിക്കും അങ്ങനെയല്ല, നമ്മുടെ പേരിൽ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ ആരുടെ മുന്നിൽ പോയി കൈനീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുതെന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളരെ അഡ്വാൻസ്ഡായി ചിന്തിക്കുന്നത്. അല്ല, അങ്ങനെ സെറ്റിലായാൽ പിന്നെ ബുദ്ധിമുട്ടുകളില്ല. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രഷറും സ്ട്രഗിളും എല്ലാം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരം വിഷമങ്ങൾ പറഞ്ഞു തീർക്കാന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്, അല്ലേ? അത് നമ്മൾക്ക് സമയമെടുത്തു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഓൾറെഡി അതായിട്ട് മാരേജ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ഇപ്പം പല എക്സ്പീരിയൻസസും കണ്ട് ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ആക്ച്വലി ലവ് മാരേജ് ആയിരുന്നില്ലേ? അറിയാലോ, അറിയില്ലേ? അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടോ? ഒരു ചോദ്യം, ഒരു ഒളിച്ച ചോദ്യം. ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തപ്പോ? അതാണ്, അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല. പ്രപ്പോസ് ചെയ്ത് നിനക്ക് എന്നെ ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ സംസാരിക്കുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു. സൗഹൃദത്തിൽ നിന്ന് വഴിമാറി പ്രണയത്തിലേക്ക് പോയ ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു മിസ്സിംഗ് ഫാക്ടർ ഉണ്ടാവില്ല നമുക്ക് ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ നമ്മളെ കാണണ്ട എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് കാണണ്ട, നമുക്കൊരു വാശി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ വാശി പിടിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇഷ്ടമുണ്ടാകും, വിളിക്കാതിരിക്കുമ്പോൾ ഒരു ഇഷ്ടമുണ്ടാകും. അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വിളിച്ചില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള സംഭവം ഉണ്ടാകും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് വിളിക്കുന്നു, ഒരാളെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുക, അതൊക്കെയാണുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു തിരിച്ചറിവ്. ഇപ്പോഴത്തെ കാലത്തല്ല നേരിട്ട് വന്നിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. പ്രപ്പോസിങ് അല്ല, നമുക്ക് ആ ഇഷ്ടം മുഖത്ത് നമുക്കറിയാം, സംസാരിക്കുമ്പോഴൊക്കെ എക്സ്പ്രഷനിലൊക്കെ അറിയാൻ പറ്റുമല്ലോ ഒരു പരിധി വരെ. എല്ലാവരെയും നോക്കുന്ന പോലെ എന്നെ നോക്കുന്നുണ്ടാവില്ല. ഞാനൊരു പക്ഷേ അങ്ങനെയായിരിക്കാം, പരസ്പരം ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കില്ല. പിന്നെ ഈ പറയുന്ന രീതിയിൽ മനഃപൂർവ്വം നമ്മൾ മാറി അപ്പുറമൊക്കെ മാറി ഇരിക്കും, ഒരു കാര്യമില്ലാതെ. അപ്പോഴേ മനസ്സിലാക്കണം പ്രണയമാണെന്ന് അന്ന്. അതായത് നമ്മൾ കൂടുതൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാന്നുള്ളതല്ല. ഇപ്പം അങ്ങനെയല്ല, ഒരുമിച്ചാണല്ലോ യാത്ര ചെയ്യുന്നത്. അങ്ങനെയല്ല. എന്നാൽ എന്താ ഈ കുട്ടീനോട് മാത്രം ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു റീസൺ? അതെന്താ ആ കുട്ടീനോട് മാത്രം? മനസ്സിലായില്ല, ഒരാളല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. അപ്പൊ നമ്മൾ അന്നൊരാളോട് മാത്രം കാണിക്കുന്നൊരു വേറെ ഇഷ്ടമായിരിക്കാം നമുക്ക് ഈ പറയുന്ന പ്രണയം എന്ന് പറയുന്ന രീതിയിൽ. പിന്നെ ഞങ്ങൾ കൂടുതൽ സംസാരിച്ച വിഷയം വീട്ടിലറിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ
സീരിയസിലേക്ക് പോകുന്നത്. വീട്ടിൽ പൊക്കി. അവിടെ ആ എന്നെ പിന്നെ പൊക്കാനൊന്നുമില്ല, എന്നെ ഓൾറെഡി വിട്ടുകളഞ്ഞ കേസാണ്. തള്ളിക്കളഞ്ഞ അപ്പോൾ ഇവളെ പൊക്കിയപ്പോൾ അവർക്ക് സീരിയസ് ആയിട്ട് അവർക്കൊരു പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഞാനുമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനുമായിട്ട് ഒരുമിച്ചിരിക്കുന്നതൊക്കെ വിലക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാശി തോന്നും. അപ്പോൾ നല്ല രീതിക്ക് ആദ്യം നോക്കിയപ്പോൾ നടക്കില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഒളിച്ചോടാൻ ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴും നമ്മൾ പ്രണയം പറയുന്നില്ല, നമ്മൾ ആക്ച്വലി പ്രണയത്തിലാണെന്നുള്ള അണ്ടർസ്റ്റുഡാണ്. നിങ്ങൾ അങ്ങ് കൺഫേം ആക്കി, ചോദ്യം പറച്ചിലൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാൻ വണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇറങ്ങിയിട്ട് അവളുടെ തൊട്ടടുത്ത ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം തിരുത്തിയിട്ട് മറ്റേ പോലെയാവും. ഒരു കുട്ടികളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതുപോലെ സത്യം മാത്രമേ പറയൂ. അപ്പം ഇറങ്ങിയിട്ട് പാർലറിൽ കയറുന്നതിന് പകരം കാറിൽ കയറി. ഞാൻ കാറും കൊണ്ട് വിട്ടുപോയി, പാലക്കാട് എത്തിച്ച്. ഇപ്പൊ വീട്ടിൽ പോകാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിനക്ക് വീട്ടിൽ പോകണ്ടേ? ഞാൻ പറഞ്ഞു 2 ദിവസം പോയി നിന്നിട്ടാ. ഇപ്പൊ ഞാനാ ഇവളുടെ വീട്ടിൽ പോണേ, ഇവളെക്കാൾ കൂടുതൽ ഞാനാ വീട്ടിൽ പോണേ. ഞാൻ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷം 3 മാസത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച ആണോ? എറണാകുളത്ത് പോയ വീട്ടിൽ പോയിട്ട് അച്ഛനമ്മനെ കണ്ടിട്ട് ഞാൻ പിന്നെ എറണാകുളത്ത് ഭാഗത്തേക്ക് പോവാറില്ല. പോവാണെങ്കിൽ ഒരു ദിവസം, ഇന്ന് പോയാൽ നാളെ തിരിച്ചു വരും. അങ്ങനെ വീട്ടിൽ നോക്കി. അപ്പം എന്നാൽ അന്നിങ്ങനെ ഒളിച്ചോടാനുള്ള ഒരു ധൈര്യം, അതൊരു പ്രത്യേക ധൈര്യം വേണ്ടേ? ധൈര്യം വേണം. അത് ഇറങ്ങാനുള്ള വിളിക്കാനുള്ള ധൈര്യത്തെക്കാൾ കൂടുതൽ ഇറങ്ങാനുള്ള ധൈര്യം പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ട്. അവളത് ആലോചിച്ച് ആ സമയത്തൊന്നും ആലോചിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്നെ മാത്രം ആലോചിച്ചുകൊണ്ട് അന്ന് സ്നേഹം കൊണ്ട് എനിക്ക് മറ്റൊന്നും ചുറ്റുകളൊന്നും കണ്ടില്ല. പക്ഷെ ആ ചുറ്റുപാടത്തുള്ള എല്ലാവരും കണ്ടു, ഞാനൊന്നും കണ്ടില്ലെന്ന്. അന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ഷാഡിന്റെ വണ്ടി അവിടെ നിന്നിട്ട് ഞാൻ വണ്ടി കയറാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ റോട്ടിലുള്ളവരെ ഇവിടെ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങില്ലേ, അങ്ങനെ വർത്താനം പറഞ്ഞ് നിറയെ പരിചയക്കാര്. ഞാൻ ഒളിച്ചോടിയിട്ട് റോഡിൽ കംപ്ലീറ്റ് എല്ലാവരോടും ലോക്യം പറഞ്ഞോണ്ട് ഞാൻ കാർ പോയി കയറുന്നു. കൂട്ടുകാരി ലാസ്റ്റ് അവളുടെ യാത്ര വണ്ടി ഇവർ രണ്ടുപേരുടെ കൈ ഈ വിട്ടുപിരിയുന്നത് ഇതിങ്ങനെ പോകുന്നില്ലേ, ഒരു സ്ഥലത്ത് നിന്ന് കൈ എനിക്ക് കാണാം, അവളുടെ കൈ ഇവള് പിടിച്ചു വെച്ചിരിക്കുക, എന്നിട്ട് ആ കൈ അങ്ങ് വെടിയിച്ചിട്ട് കാറിനകത്തേക്ക് കയറുന്നു. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലാതെ അവള് വണ്ടി കയറാറായപ്പോഴേക്കും അവള് ഇമോഷണലായി. ആൾക്കറിയായിരുന്നു, അവൾക്കറിയാം അവളോട് അവൾക്ക് തിരിച്ചു വീട്ടിൽ പോണ്ടേ, അവൾക്കറിയാം. പക്ഷെ അവള് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ ഉള്ള സുഹൃത്താണ്. അപ്പം അവൾക്കറിയാം ആ സമയത്ത് അവള് ഇമോഷണലി വീട്ടുകാർ അവര് ഫാമിലിയായിട്ടും അത്രയും അടുപ്പമുള്ള ഫാമിലി. അപ്പം അവള് ആ സമയത്ത് അവള് പോണ്ട പറഞ്ഞു. ഞാൻ വണ്ടി കയറാൻ പോയപ്പോൾ അവള് കൈ പിടിച്ചു, സോനി നീ പോണ്ട, ഒന്നുകൂടി ആലോചിക്കുന്നൊക്കെ ആ സമയത്ത് ആ സ്പോട്ടിൽ അവള് പറഞ്ഞു. ഞാൻ അവിടെ ഇത് പ്രതീക്ഷയില്ല, അവൾ ആ സമയത്ത് പറഞ്ഞു. പക്ഷെ ആ പിടിച്ച സമയത്ത് നീ നിന്നിരുന്നെങ്കിൽ നിന്റെ ലൈഫ് കോഞ്ഞാട്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ ഒറ്റയ്ക്ക് എന്നോട് ഇവള് ഇറങ്ങാറായ സമയത്ത് ഇവളുടെ വീട്ടിൽ ഒരു കാര്യമില്ല, മാളച്ചേട്ടൻ വന്ന് കയറി. അല്ല പ്രോഗ്രാമിന് പുള്ളി വന്ന് ആ പ്രോഗ്രാം ബുക്കിന് പുള്ളി വരേണ്ട കാര്യമല്ല, പക്ഷെ പുള്ളി നേരിട്ട് വരുമ്പോൾ ഇവൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രോഗ്രാം ബുക്കിങ്ങിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അച്ഛനായിട്ട് സംസാരിക്കട്ടെ വേണ്ടി അവൾക്ക് ഇറങ്ങാം. വളച്ചേട്ടൻ നേരിട്ട് വരുമ്പോൾ ഒരു സീനിയർ ആക്ടർ അല്ലേ, അദ്ദേഹം വരുന്ന സമയത്ത് വീട്ടിൽ കോർഡിനേറ്റ് ചെയ്യണം. വളച്ചേട്ടൻ പറഞ്ഞ് മോളെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി സംസാരിക്കുകയും പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാൻ പുറത്തു വന്ന് നിൽക്കുക, എൻ്റെ ആൾക്കാരായിട്ട് 10 മണിക്ക് ഷാർട്ടനോട് വരാൻ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയായിട്ട് വന്ന് നിൽക്കുക. ഭയങ്കര ഇവിടെ പ്രോഗ്രാം ബുക്കിംഗ്, അവിടെ തട്ടിക്കൊണ്ടുപോകാൻ. ഞാൻ വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുക കല്യാണം കഴിക്കാൻ. എനിക്ക് പെട്ടെന്ന് പറക്കുന്നതിലേക്ക് ഓർമ്മ വന്നു. അപ്പം ഞാൻ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ച് വിളി പറയുന്നത്, അതെ മാളച്ചേട്ടൻ വന്നിട്ടുണ്ട്, ഇറങ്ങുന്ന കുറച്ച് ഇതാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് കൂടെയുള്ളവർ പറയണേ നീ അവള് വരില്ലടാ നീ ചോദിച്ചു എൻ്റെ അടുത്ത് ചന്ദ്രേട്ടനൊക്കെ. നീ അവള് വരില്ലെങ്കിൽ പിന്നെ വണ്ടി എടുത്ത് നമുക്ക് തിരിച്ചു പോവാം. അപ്പം ഞാൻ ഹോട്ടലിൽ ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഇവരെ ഇരുത്തിയിരിക്കുക. മറ്റേ ചില പാണ്ടിപ്പടയിലെ സിനിമയിലൊക്കെ പോകും. അവളിറങ്ങും എന്തായാലും. അപ്പോൾ അവർ പറഞ്ഞ് നോക്ക് നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്, ഇനി ചിലപ്പോൾ അവള് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം.
അപ്പോൾ ഞാൻ വിചാരിച്ച ശരിയെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാനെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എൻ്റെ ഫ്രണ്ട് സീമയെ വിളിക്കണം. സീമയിൽ ഫോണൊന്നുമില്ല. ഫോണില്ല. അപ്പം ഞാൻ നിൽക്കുന്നത് കലൂര, ഇവരുടെ സ്ഥലം കോന്തുരുത്തിയാണ്. ഇതിനിടയിലുള്ള ട്രാഫിക് അറിയാലോ. ഇവിടുന്ന് നമ്മൾ ആക്ച്വലി ഗൾഫിൽ പോകുന്ന സമയം വേണം ഈ രണ്ട് സ്ഥലത്തേക്ക്. പെട്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞു ഇറങ്ങും, ഇപ്പോഴും ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അന്നൊരു മരിച്ചുപോയ അങ്ങനെയല്ല, അല്ല നിങ്ങളാണ് വന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ നിന്ന് 12 മണി ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയ നീ എന്നെ തട്ടിക്കൊണ്ടുപോയ പോലെ അല്ല പറയുന്നത്. ഞാൻ ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പാർലറിൽ എത്തിയിട്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഷാട്ടാ ഞാനിവിടെ പാർലറിൽ എത്തിയിട്ട് നീ എന്നെ വിളിച്ചേ അല്ല, നിങ്ങൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്തിയോടെ ഞാൻ പറഞ്ഞു എവിടെ ഞാൻ വരണേയുള്ളൂ 5 മിനിറ്റ് ടപ്പ് ചെയ്ത് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ 5 മിനിറ്റിൽ എങ്ങനെ എത്തിയെന്ന് വിഷ്ണു ആയിരുന്നു ഡ്രൈവർ. നമ്മുടെ മരിച്ചുപോയ നടൻ വിഷ്ണു ഉണ്ട്, നേരത്തെ മാമ്പഴക്കാലത്തൊക്കെ അഭിനയിച്ചു. പുള്ളിയെ ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലം വരെ ഒരു ഡ്രൈവറും പിന്നീട് വേറെ കാറുമായിരുന്നു. കാരണം തട്ടിക്കൊണ്ടുപോകുമ്പോൾ പിടിക്കായിരിക്കും. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ നമുക്കറിയില്ല, ആരും പുറകെ വരില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ വരുന്നുള്ള ഞാൻ ചേസിങ് ഒക്കെ പ്രതീക്ഷിച്ച് ഇവിടെ നീ കാർ ആ കാർ നീ കാറിലേക്ക് ആരും വന്നില്ല. ഒരുപാട് പ്രതീക്ഷയോടെ ഇപ്പൊ ഇവളിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പിടിക്കും, വഴിയിലിട്ട് ഇടിക്കും, ആരൊക്കെ എന്നറിയില്ല. ഇവർ വിളിച്ചു പറയുമ്പോൾ ഒന്നാമത് സ്വാധീനമുണ്ട്, ഇവളുടെ അച്ഛൻ്റെ അനിയനൊക്കെ പാർട്ടി സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പാലക്കാട് എത്തിയാലെത്തി അതെനിക്കുണ്ട്. എൻ്റെ കൂടെ ആളുണ്ട്, ഒരു 3 വണ്ടിയുണ്ട്. 3 വണ്ടിയിൽ നിന്ന് വെച്ചാൽ 6-7 പേരുണ്ട്. ഇവന്മാർ നിർത്തി ഓടിക്കളയും. അപ്പൊ എനിക്ക് പ്ലാനിങ് ഭയങ്കര ഇവിടുന്ന് എടപ്പള്ളി പോയി അവിടെ ചെന്ന് അവിടുന്ന് വേറെ കാറെ കയറ്റി. അപ്പൊ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഭയങ്കര പ്ലാനിങ് ആണ്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ ആരും പുറകെ വന്നില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് അളിയൻ പറഞ്ഞു നീ അഥവാ എന്നെ കിട്ടിയിരുന്നെങ്കിൽ വഴിയിൽ വെച്ച് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ച് തല്ലുമെന്ന്. പറഞ്ഞു അളിയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിർത്തിയെടുത്ത് അവിടെ നിർത്തും. എന്നിട്ട് ഞാൻ നിന്നോട് പറയും ഇവളെ കൊണ്ടുപോയി നീ അനുഭവിക്കും. ഇവള് വീട്ടിൽ ഭയങ്കര വഴക്കളിയാ. ഈ ഏട്ടന്മാരെ ഭയങ്കര പെറ്റാണ് അവള്. പക്ഷെ എന്നും കരച്ചിലും വഴക്കും ചെറുപ്പം തൊട്ടേ എല്ലാം വാങ്ങിച്ചെടുക്കാൻ പിടിക്കുകയുള്ളു. അപ്പൊ ഇവളെ കുറിച്ച് വ്യക്തമായ ധാരണയാണ്. പുള്ളി പറയും കൊണ്ടുപോയ പക്ഷെ വാക്ക് തെറ്റിയില്ല, കറക്റ്റ്. ഞങ്ങളിപ്പോ പോട്ടോ അങ്ങനെ ഞങ്ങളിപ്പോഴും ആ ഒരു യാത്ര ഒന്നും ഓർമ്മയില്ല. എന്നിട്ട് ഇനിയിപ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഇവളെ കൊണ്ടുപോകാന്ന് വെച്ച് പേടിച്ചിട്ട് വഴിയിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് ഞാൻ ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, അവിടെ നിർത്തി വണ്ടി. അവിടെ രജിസ്ട്രേഷനിൽ അവിടെ വിളിച്ചു പറഞ്ഞ് ആലത്തൂർ പോയി രജിസ്റ്റർ ചെയ്ത് ഫോട്ടോ ചെയ്ത് അവിടുത്തെ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ചേട്ടാ ഞാനല്ലേ നിന്നെ തട്ടിക്കൊണ്ട് എനിക്കിപ്പോ സംശയം കണ്ടുപിടിച്ചാണ്. കുറച്ച് മറവി അഭിനയിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമാണ്. എന്നിട്ട് വന്ന് പാലക്കാട് വന്ന് ഞങ്ങൾ വൈകുന്നേരത്ത് സന്ധ്യയ്ക്ക് ആരും തലയിട്ടാറില്ല. സന്ധ്യക്ക് തലയിട്ടാർ അങ്ങനെ ഒരു സംഭവമില്ല ഈ ഹിന്ദു ഇതിനകത്ത്. ഇല്ല, അങ്ങനെയില്ല. സന്ധ്യക്ക് ഉണ്ടാവില്ല. എല്ലാം ഒരു 11 to 12 അല്ലെങ്കിൽ 1 to അതിന് ബിഫോർ ആയിരിക്കും. മുഹൂർത്തങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. ഞങ്ങൾ മുഹൂർത്തം ഉണ്ടാക്കി വൈകിട്ട്. പൂജാരി പറഞ്ഞു ഈ സമയത്തില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വരൂ, വന്നിട്ട് ഇങ്ങനൊരു വിവാഹമാണെന്ന് പറഞ്ഞ് ചുരിദാർ ഇട്ടുകൊണ്ട് തലയെട്ടി. ചുരിദാറായിരുന്നു, നീല ചുരിദാർ. ആ ചുരിദാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരുമ്പോൾ. അങ്ങനെ ആ ചുരിദാറായിട്ട് വന്ന് 300 രൂപയുണ്ട് അവളുടെ കയ്യിൽ. ഒളിച്ചോടാൻ നല്ല മറ്റേ രേവതി വന്ന പോലെ വന്നു. നല്ല കോസ്റ്റ്യൂം വന്ന് നേരെ വന്ന് തല കെട്ടി പത്രക്കാരെല്ലാം വിളിച്ച് അല്ല അതവരെ വിളിച്ചു പറഞ്ഞു. അവര് അറിഞ്ഞു വന്നതല്ല, അറിയില്ലായിരുന്നു. വിളിച്ചു പറഞ്ഞാണ് ഒരാൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള്. എല്ലാം റീകളക്ട് ചെയ്യാം കേട്ടോ. അതാണ് ഇപ്പം കൺഫ്യൂഷൻ. അല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ധാരണയില്ലാതെ ആൾക്കാർ ഇവരല്ല. അത് ഞങ്ങളുടെ കൂടെയുള്ള അങ്ങളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോബ്ലം. അപ്പം പുറത്ത് അങ്ങനെ അറിഞ്ഞാലല്ലേ നമുക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടായാലും നമുക്ക് പിടിച്ചു നിൽക്കണ്ട. ഇവളെ ഏത് സമയത്ത് തിരിച്ചു പോകുമെന്ന് അറിയില്ല. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇവളുടെ അച്ഛനായിട്ടുള്ള അത്രയും ഇഷ്ടമാണ്. അപ്പം ചിലപ്പോൾ മോളെ കൊണ്ട് ഒന്ന് കരഞ്ഞാൽ ഞാൻ വഴിയിൽ അപ്പം ഞാൻ പിന്നെ രജിസ്റ്റർ ചെയ്ത് പ്രസ് മീറ്റിംഗ് പോലെ വെച്ചു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ തന്നെ വരുമല്ലോ. എന്നിട്ട് അന്ന് വീട്ടിൽ വന്നില്ല, വീട്ടിൽ കൊണ്ടുവന്നില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഡേ.
അങ്ങനെ ആദ്യ രാത്രി സുഹൃത്തിൻ്റെ വീട്ടിൽ, അങ്ങനെ അവൻ്റെ വീട്ടിലെ പട്ടികളൊക്കെ അയച്ചു വിട്ടു. എന്ന് വെച്ചാൽ പുറത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഇതെല്ലാം കൂടെ കാവല് പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് രാത്രി വരുമല്ലോ. രാത്രി വന്നതല്ല, ഒരു പട്ടിയും വന്നില്ല. അല്ല വീട്ടുകാരല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പട്ടികളെ അയച്ചുവിട്ടായിട്ട് ഫ്ലോയിൽ പറഞ്ഞു പറഞ്ഞു. എൻ്റെ ബ്രദറും അച്ഛനും വന്നു, അച്ഛൻ്റെ അടുത്ത് വന്നു. അതെന്താ പറയുന്നത്? അത് ഞാൻ അറിഞ്ഞില്ല. അച്ഛനായിട്ട് അവര് അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പൊ അച്ഛൻ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അവളെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങളുടെ കുട്ടിയാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ നല്ല ആളുടെ അടുത്ത് വന്ന് അച്ഛൻ വളരെ സ്ട്രോങ്. അപ്പൊ അച്ഛനടുത്ത് അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് അവര് എല്ലാ അച്ഛൻ്റെ അനിയനും മൂത്തായിട്ടും കൂടി അവർ സംസാരിച്ചു. അപ്പം കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവർ വീട്ടുകാരെല്ലാം കൂടെ അങ്ങോട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഫുൾ ആൾക്കാർ കൂടെ നടന്ന് തല താഴ്ത്തിക്കൊണ്ട് വരുന്നു. എന്ത് വിധി തിരിച്ചെറണാകുളത്തേക്ക് പോണ്ടേ? എല്ലാവരും വന്നു. ആ ഒരു ദിവസം പിറ്റേ ദിവസം എല്ലാം കോംപ്രമൈസ്. കോംപ്രമൈസിന് വേണ്ടി വന്നതാണ്. ഈ ഓടിച്ച ഒരു കാര്യമില്ലായിരുന്നു. അതും വളരെ സ്നേഹത്തോടെ വന്ന് എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല. എനിക്കറിയില്ല. എൻ്റെ ടാക്സി കാശും പോയി, ആ കൂട്ടുകാരെ വിളിച്ച് അവർക്ക് ചെലവ് കൊടുത്തും പോയി. അന്ന് അനുഭവിച്ച ആ ടെൻഷൻ, എനിക്കതാണ് ആ ഒരു പ്രഷർ ഉണ്ടല്ലോ. എല്ലാം സെക്കൻഡ് ഡേ എല്ലാം നോർമൽ. അച്ഛനും അമ്മയും വന്നു. രാത്രി 8 മണിക്കാണ് മുണ്ടൂർ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും വന്നിട്ടാണ് ഗൃഹപ്രവേശം വെച്ചത്. എല്ലാ 2 ഫാമിലി ഉണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല. 3 ദിവസം കഴിഞ്ഞ് ഇവിടെ റിസപ്ഷൻ, അടുത്ത 3 ദിവസം കഴിഞ്ഞ് എറണാകുളത്ത് റിസപ്ഷൻ സെറ്റ്. ഞങ്ങൾ നാട് പിന്നെ റിസപ്ഷൻ അവിടെ ഗ്രാൻഡ് ആയിരുന്നു എറണാകുളത്തൊക്കെ. ഇതാണോ ആ നീല ചുരിദാർ? അത് തന്നെ ചുരിദാർ. ഓ ഭാഗ്യം, കറക്റ്റ് നീലയായിരുന്നു. പറയുകയും ചെയ്തേ. വെള്ള ഷർട്ടും പുള്ളിക്ക് ഓർമ്മയുണ്ട്. വെള്ള ഷർട്ട് ഞാൻ തലേ ദിവസം ഇട്ടിരുന്നു. കല്യാണ ചെറുക്കനാണല്ലോ. ഞാൻ വെള്ള ആൾക്കാര് പിടിക്കില്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്? വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇപ്പൊ നമ്മള് അന്ന് ജീവിക്കണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ, ജീവിക്കണെങ്കിലും മരിക്കണെങ്കിലും വയറ്റിൽ തന്നെ. രണ്ടിനും വയറ്റ് സാക്ഷിയാവും. പുതിയ ജീവിതം തുടങ്ങുമ്പോ തലേ ദിവസം വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങി. വെള്ള ഡ്രസ്സ് തന്നെ തലേ ദിവസം ഇട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. തലേ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നു. അച്ഛനോട് യാത്ര പറഞ്ഞിട്ട് വന്നു. നാളെ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വരാൻ പോകണം. അച്ഛനെ അനുഗ്രഹിക്കണം, നാളെ ഞാൻ വിളിച്ചോടാ. അച്ഛൻ പറഞ്ഞു നിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പോരുതെന്ന് പറയാനായിരുന്നു. അച്ഛൻ പറഞ്ഞു ഒന്ന് സൂക്ഷിച്ചോളൂ. ഞാൻ പറഞ്ഞു ഇതാണ് റിസപ്ഷൻ. എറണാകുളത്തെ റിസപ്ഷൻ്റെ റിസപ്ഷൻ വേറെ. പാലക്കാട് റിസപ്ഷൻ ഇതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ സാരി ഇല്ല, ബ്ലൗസ് ഇല്ല, ഒന്നുമില്ല. എല്ലാം ഒരു ദിവസം കൊണ്ട് മേടിച്ച് എന്ന് വെച്ചാൽ എനിക്ക് അന്ന് മനസ്സിലായി ഷാന്റെ പാലക്കാടിലൊന്നും അറിയില്ല എന്ന്. കാരണം ഒരു സാരി എടുത്ത് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണ്ടേ, ഒന്നുമില്ല. ഞാൻ ബ്ലൗസ് പ്രതീക്ഷിച്ചില്ല. പുതിയ ട്രെൻഡില് എന്നിട്ട് എനിക്കൊന്നും അറിയില്ലല്ലോ ഇവിടുത്തെ. അപ്പൊ ആര് ഇനിഷ്യേറ്റീവ് എടുക്കണം? പുള്ളിക്കാരൻ എടുക്കണ്ടേ? ഈ അളവൊക്കെ നോക്കി തയ്ക്കാൻ നമുക്കത് അറിയില്ല. ഒന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്ലൗസ് സാരി എടുക്കണ്ടേ. അപ്പൊ അപ്പുറത്തെ ആന്റി പറഞ്ഞു മോളെ എന്റെ സാരി കൊടുത്തു റിസപ്ഷന്. എന്നിട്ട് ആന്റി ഇവിടെ ബ്ലൗസ് സാരി തന്നിട്ട് 3-4 എന്താ പറയാ ബ്ലൗസ് അന്ന് ഏതോ റെഡിമെയ്ഡ് കടയുണ്ട്, പോയി നോക്കിയപ്പോ ഒരു ബ്ലൗസ് പോലും ഇല്ല. അവസാനം അന്ന് വേണ്ട, പിന്നെ സാരി ഉടുക്കണ്ട പറഞ്ഞിട്ട് അന്ന് വെൽവെറ്റ് ചുരിദാർ. ലോകത്താരെങ്കിലും സാരിയും ബ്ലൗസും തെച്ചിട്ട് അല്ലല്ലോ. ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പാലക്കാട് വരുമ്പോ ഒരു ചെറിയ ബാങ്കിൽ എടുക്കുമെന്നല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചെറിയൊരു ഇത് വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ഒരു പേഴ്സ്, പേഴ്സിൽ പൈസയില്ല, ബ്ലൗസ് പോട്ടെ 300 രൂപ കൊണ്ട് 102 ഇറങ്ങി. അല്ല മാളച്ചേട്ടൻ പേഴ്സിലെ പൈസ കണ്ടില്ല, കണ്ടാണെ അവത്തിന് ഇറങ്ങി. അല്ല മാളച്ചേട്ടൻ എന്താണ് അഡ്വാൻസ് തന്നു പ്രോഗ്രാമിന്റെ. അപ്പൊ ഞാൻ അതങ്ങനെ വീട്ടിലേൽപ്പിച്ചു. 5,000. അത് എടുത്തിട്ട് വന്നോണ്ടായിരുന്നു. അല്ല അപ്പൊ ഞാൻ അത് എടുത്തിട്ട് വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് ഡൗട്ട് എടുക്കും. ഞാൻ ആ ടാക്സി വാടക കൊടുക്കാൻ പറ്റ പാടെ എനിക്കറിയാം. 5,000 വീട്ടിൽ കൊടുത്തിട്ട് 300 രൂപ. 300 എനിക്ക് പാർലറിലേക്ക് വേണ്ടു. അതെടുത്ത് പിന്നെ എൻ്റെ ഒരു ഹെയർ കോംബ് ഉണ്ട്, അത് മുടിയുണ്ടല്ലോ ആ സമയത്ത്. അപ്പൊ അന്ന് ഈ ബ്രഷ്
നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പൊ നമുക്ക് ബ്രഷ് കോംപ്രഷൻ കിട്ടും, നിറയെ കിട്ടും. അന്ന് അത്ര അവൈലബിൾ അല്ല ഈ സാധനം. അതുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ചീപ്പായിട്ടുള്ള ഒരു മാരേജ് പ്രതീക്ഷ മറ്റേ സാധനവും കൂടെ ചേർത്ത് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അതെനിക്ക് വേറെ കിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ മുടി ബ്രഷ് ചെയ്യാൻ 300 രൂപയും ചീപ്പ് അല്ലേ? ഞാനൊന്നും കണ്ടില്ല. അങ്ങനെ അത് മാത്രമേ ഞാൻ കയ്യിലെടുത്തുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയില്ലേ? പിന്നെ അന്നും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന കയ്യിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ ആക്ച്വലി നമ്മൾ ലൈഫ് എന്താണെന്ന് പിന്നെയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ചായിട്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാ ഇല്ലായ്മകളും എല്ലാ തരത്തിലുള്ള അത് വെച്ചുകൊണ്ട് ഞങ്ങളുണ്ടായി എല്ലാം അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ യാത്രകളും ഞങ്ങളുടെ ഫാമിലിയും ഒക്കെ കുഞ്ഞു നമ്മൾ എണ്ണിപ്പറക്കി ഉണ്ടാക്കുന്നതാണ് എല്ലാം. ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ തൊഴിലാളികൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് നേടുന്നത്. അല്ലാതെ കയ്യിലിരിപ്പ് ആയിട്ടൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ എല്ലാം കുറച്ചായിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഒരു ഇപ്പൊ മക്കൾ ഉണ്ടല്ലോ രണ്ടുപേര്, അവര് ഭാവിയിൽ ഒരു ലവ് മാരേജ് വേണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. ആരാണെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ കാലത്ത് ഈ പറഞ്ഞ ആരാതല്ല അവള് പറഞ്ഞു. പിള്ളേര് പറയൂ ഞങ്ങൾക്കൊന്നും ഒളിച്ചോടാൻ പറ്റില്ല. അവള് പറഞ്ഞോ? അല്ല അങ്ങനെയല്ല, ആളെ പറഞ്ഞില്ലല്ലോ. അല്ല അവള് പറഞ്ഞു, ഞാൻ അറിയില്ല. അല്ല നിങ്ങൾക്ക് എല്ലാം ഇവളോട് ഷെയർ ചെയ്യും. അല്ല നിങ്ങളെ പോലെ മണ്ടത്തിലൊന്നും കാണിക്കില്ല, ഒളിച്ചോടുന്ന പരിപാടിയൊന്നും ഉണ്ട്. ആവുമ്പോ ഞങ്ങളൊന്ന് പറയും. ഞാൻ പറയണം എന്നോട് ആക്ച്വലി അമ്മ എന്തിനാ ഒളിച്ചോടിയത്? രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴാണ് പറയുന്നത് അവൾ ഇവളോട് അങ്ങനെ ഉണ്ടെങ്കിൽ പറയുമെന്ന്. ഞാൻ ചെറുതിനോട് പറഞ്ഞു, നീ എങ്ങാനും അത് കേട്ട് പറഞ്ഞു. അവൾ 9ല്. ഞാൻ ഇവളെ ഓക്കെ, അവൾക്ക് പ്രായമായി, അപ്പോൾ ചൂസ് ചെയ്യാനുള്ള സമയമുണ്ട് ഒക്കെ ഓക്കെ. ചിലപ്പോൾ ഈ പറയുന്ന രീതി ഇനിയുള്ള കാലം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. നമ്മൾ ഒരുപാട് കടമെടുത്ത് തീരെ ബുദ്ധിയില്ലായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചില്ല അതാ. എനിക്ക് ബുദ്ധിയില്ലായിരുന്നു, അവൾക്ക് ഓൾറെഡി അറിയാം. എനിക്ക് ആദ്യം അറിയാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.